ഹായ് ലേണേഴ്സ്, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റ് കൊമേഴ്സിന്റെ ക്ലാസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ MIS, which means Management Information System, is primarily used for. അപ്പോൾ ഈ ഒരു MIS എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇങ്ങനെ ഈ പറയുന്ന ടേമുകൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ചില ഏരിയാസ് കുറച്ച് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം എമർജിങ് ഏരിയാസ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു MIS, പിന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. ഇതൊക്കെ നമുക്ക് കുറച്ച് റീസെന്റ് ആയിട്ട് എമർജിങ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടേംസ് ആണ്. സോ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി അതറിയാമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. കാരണം നമ്മൾ കണ്ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. സോ MIS ഇസ് പ്രൈമർലി യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് MIS യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, കൺട്രോൾ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണോ MISന്റെ ഏറ്റവും പ്രൈമറി ഒബ്ജക്റ്റീവ്? അപ്പൊ നമുക്കറിയാം, ആ പേര് നോക്കുമ്പോൾ അറിയാം, MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇൻഫർമേഷൻ ആണ് അല്ലേ. സോ അവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ല അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം, കളക്ട്, പ്രോസസ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് മാനേജേഴ്സ് മേക്ക് ഡിസിഷൻസ്. മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അത് കൃത്യമായിട്ട് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഇതാണല്ലോ MISന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. MISന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്നതും കറക്റ്റ് ടൈമിൽ അത് ആളുകൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നതും നമ്മുടെ MISന്റെ മെയിൻ ഫങ്ഷൻസിൽ വരുന്നതാണ്. സോ അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Then create marketing strategy, develop software for business operations. ഇതൊന്നും നമ്മുടെ MISന്റെ ഫങ്ഷൻസിൽ വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് പ്രൈമർലി യൂസ് ടു കളക്ട്, അനലൈസ് ആൻഡ് പ്രസന്റ് ഡേറ്റ ടു സപ്പോർട്ട് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് within an organization by providing timely and accurate information to management, essentially allowing them to monitor performance, identify trends and make strategic choice based on data driven insight. അപ്പോൾ MIS എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് ഒരു ബുക്കിലോട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ഈ വട്ടം ചോദിച്ചത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് MIS, അതിന്റെ ഫീച്ചേഴ്സ്, ഒരു ചെറിയ ഒരു നോട്ട്, ഒന്ന് ബ്രീഫായിട്ട് അത് എന്താണെന്നൊന്ന് നോക്കി വെക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മാച്ചിങ് പ്രിൻസിപ്പിൾ? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ അക്കൗണ്ടിങ് എന്നൊരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കറിയാം. സാധാരണ മാച്ചിങ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താ? ഓരോ വർഷത്തെയും എക്സ്പെൻസും ആ വർഷത്തെ റവന്യൂവും തമ്മിൽ മാച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ വർഷം നമുക്കൊരു റവന്യൂ കിട്ടിയാൽ ആ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് നമുക്കുണ്ടായ എക്സ്പെൻസും ഈ വർഷം തന്നെ അത് കാണിച്ചിരിക്കണം. സോ ഈ ഒരു മാച്ചിങ് പ്രിൻസിപ്പിൾ ഇതിൽ ഏതാണ് പറയുന്നത്? എന്താണെന്ന് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, റവന്യൂസ് ആൻഡ് റിലേറ്റഡ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി സെയിം അക്കൗണ്ടിങ് പീരീഡ്. റവന്യൂവും ആ റവന്യൂവുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസുകളും ഒരേ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ അല്ലെങ്കിൽ ആ വർഷം തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. അത് തന്നെയല്ലേ മാച്ചിങ് പ്രിൻസിപ്പിൾ? യെസ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസിൽ പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ദേ ആർ പെയ്ഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ദ റവന്യൂ ഈസ് ഏൺഡ്. എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുക, റവന്യൂ ഏൺ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കണ്ട. അതൊന്നും ഒരിക്കലും നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിളിൽ വരുന്നില്ല അല്ലേ. അതിനെതിരാണ് ഈ പറയുന്നത്. ദെൻ ഓപ്ഷൻ സി, ഓൾ റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിസിക്കൽ ഇയർ റിഗാർഡ്ലെസ് ഓഫ് വെൻ ഏൺ. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
എക്സ്പെൻസസ് ഷുഡ് ഓൺലി ബി റെക്കോർഡഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫോർ റിലേറ്റഡ് റവന്യൂ. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒറ്റ കാര്യമാണ് എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ. ഓരോ വർഷം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ആ വർഷം ഉണ്ടാകുന്ന റവന്യൂവുമായിട്ട് മാച്ച് ചെയ്യണം. അത് ആ വർഷം തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. സോ മാച്ചിങ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. The matching principle is a fundamental accounting principle that dictates that expenses should be recognized and recorded in the same period as revenues they help generate. അതായത് നമ്മളൊരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് ആ എക്സ്പെൻസിൽ നിന്ന് റവന്യൂ കിട്ടുന്ന ഏത് പീരീഡ് ആണോ ആ പീരീഡിൽ തന്നെ. അല്ലെങ്കിൽ ഒന്ന് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഈ വർഷം കുറച്ച് റവന്യൂ കിട്ടിയെങ്കിൽ ആ റവന്യൂ കിട്ടാൻ നമുക്ക് ഉണ്ടായ എക്സ്പെൻസുകളെല്ലാം ഈ വർഷം, അതായത് നമുക്ക് ഈ വർഷമാണ് റവന്യൂ കിട്ടിയത്. അപ്പൊ ഈ വർഷം റവന്യൂ കിട്ടാൻ നമുക്ക് ഉണ്ടായ എക്സ്പെൻസുകളെല്ലാം ഈ വർഷം തന്നെ എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. അതാണ് നമ്മളുടെ മാച്ചിങ് പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് എസെൻഷ്യൽ ഫോർ അക്രൂവൽ അക്കൗണ്ടിങ് ആൻഡ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് എ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ അക്രൂവൽ അക്കൗണ്ടിങ്ങിനും എസെൻഷ്യൽ ആണ്. അക്രൂവൽ അക്കൗണ്ടിങ്ങിൽ എന്താ പറയുന്നത്? അക്രൂവൽ അക്കൗണ്ടിൽ പറയുന്നത് എക്സ്പെൻസുകളും റവന്യൂവും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് ഏൺഡ്. നമ്മൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യുമെന്നാണ് അല്ലേ പറയുന്നത്. നമ്മൾ ഏൺ ചെയ്യുമ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യും. റിയലൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്. ഏൺ ചെയ്യുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അതാണ് അക്രൂവൽ അക്കൗണ്ടിങ്. അത് അക്രൂ ആകുമ്പോൾ അല്ലെങ്കിൽ ഏൺ ചെയ്യുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ക്യാഷ് എപ്പോൾ കിട്ടുന്നു എന്ന് വെച്ചിട്ടല്ല നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. സോ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ മാത്രമല്ല, അക്കൗണ്ടിങ്ങിന്റെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. ഡ്യുവൽ ആസ്പെക്ട് ഉണ്ട്, മണി മെഷർമെന്റ് ഉണ്ട്, ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, ബിസിനസ് എൻറ്റിറ്റി, കൺസർവേറ്റിസം, ഇങ്ങനെ വളരെയധികം പ്രിൻസിപ്പിൾസ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ നിന്ന് എന്തായാലും ചോദ്യം ചോദിക്കും. അത് നെറ്റിനാണെങ്കിലും സെറ്റിനാണെങ്കിലും നമ്മുടെ കൊമേഴ്സ് ബേസ്ഡ് ഏതൊരു എക്സാമിനും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Given a 3-year lease for 30,000, rate of interest 5%, reference to sinking fund table is 0.317208, depreciation per year. ഇപ്പോൾ നമുക്കിവിടെ 3-year ലീസ് എമൗണ്ട് തന്നിട്ടുണ്ട് 30,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനവിടെ പ്രസക്തി ഇല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സിങ്കിങ് ഫണ്ട് ടേബിളിന്റെ എമൗണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ, നമ്മുടെ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് അസറ്റിന്റെ എമൗണ്ടും സിങ്കിങ് ഫണ്ട് മെത്തേഡിലാണെങ്കിൽ ഈ ഒരു എമൗണ്ടും ദെൻ സിങ്കിങ് ഫണ്ട് ടേബിളിൽ ഉള്ള വാല്യൂ, ഈ ഒരു ടേബിൾ വാല്യൂം ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. 30,000 ഇൻറ്റു ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. 0.317208 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9516.24 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഈ ഒരു എമൗണ്ട് ആണ് നമ്മളുടെ ഡിപ്രീസിയേഷൻ പെർ ഇയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ അസറ്റിന്റെ എമൗണ്ടും അതേപോലെ തന്നെ സിങ്കിങ് ഫണ്ട് ടേബിൾ വാല്യൂ, ആ ഒരു ടേബിൾ വാല്യൂവും ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ ഇയർ എന്ന് പറയുന്നത് ജസ്റ്റ് അത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ വലിയ കണക്കുകളൊന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അവിടെ നടത്തേണ്ടതായിട്ടുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9516.24, 9516.24 ആണ് ഡിപ്രീസിയേഷൻ പെർ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിപ്രീസിയേഷൻ അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ് 30,000 ഇൻറ്റു നമ്മൾ ആ ഒരു എമൗണ്ട് സിങ്കിങ് ഫണ്ട് ടേബിൾ വാല്യൂമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ ഇൻകേർഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദി ഫോളോയിങ്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ്ങിൽ എല്ലായ്പ്പോഴും ചോദിക്കുന്ന, നെറ്റിനും സെറ്റിനും ഒക്കെ എല്ലാ വട്ടവും ചോദിക്കുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു മാച്ച് ദി ഫോളോയിങ് ഏതൊരു എക്സാമിനും കാണും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെ പലതരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. IFRS പഠിക്കുന്നുണ്ട്, IND AS പഠിക്കുന്നുണ്ട്, AS പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ IFRSും IND ASും എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു
കറക്റ്റ് നമ്പറിങ്സ് ആണ്. തൽക്കാലം നമ്പറിങ്സ് മതി, അതിൽ നിന്ന് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല സെറ്റ് എക്സാമിന്. അപ്പോൾ ഈ ഒരു നമ്പറിങ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നമുക്ക് AS ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ, AS2, AS6, AS10 ആൻഡ് AS3. AS2 എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. നമുക്കറിയാം AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണെന്നറിയാം. AS6 ഏതാണ്? AS6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ് അല്ലേ, AS6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. അപ്പോൾ A2ഉം B3യും വരുന്ന ഓപ്ഷൻ, A2ഉം B3യും വരുന്ന എത്ര ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്? A2, B3 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ, ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടി. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണെന്ന് നമുക്കറിയാം. അത് നോക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ, ബിയും ഡിയും. അത് A2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ. അടുത്തത് നമുക്ക് നോക്കാം, AS6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണെന്നറിയാം. അപ്പോൾ B3 വരുന്ന ഓപ്ഷൻ, B3 വരുന്ന മറ്റേ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് എത്തി. ഇനി AS10 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. ദെൻ AS3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പൊ ഈ ഒരു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഒക്കെ ഇപ്പോൾ അത് A6 ഒക്കെ എടുത്ത് മാറ്റി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. AS1 എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. AS4 എന്ന് പറയുന്നത് കണ്ടിജൻസീസ് ആൻഡ് ഈവൻസ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. AS5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി. AS6 ആണ് റീപ്ലേസ് ചെയ്തത്, AS6 മാറ്റിയിട്ടുണ്ട്. അത് AS10ലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ A6 ഉണ്ടായിരുന്നത് നമ്മുടെ ഡിപ്രീസിയേഷൻ ആയിരുന്നു. AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. AS9 റവന്യൂ റെക്കഗ്നിഷൻ. 10 PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിലേക്കാണ് നമ്മുടെ ആ ഒരു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങും കൂടി അവിടേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. Then AS11 effect of changes in foreign exchange rate. AS12 accounting for government grant. AS13 accounting for investment. AS14 accounting for amalgamation. AS15 employee benefit. AS16 borrowing cost. 17 segment reporting. 18 related party disclosures. 19 leases. 20 EPS. 21 consolidated financial statements. 22 accounting for tax on income. 23 accounting for investment in associate in consolidated financial statements. 24 discontinuing operation. 25 interim financial reporting. 26 intangible assets. 27 financial reporting of interest in joint ventures. 28 impairment of assets. And finally 29 provisions, contingent liabilities and contingent assets. ഇത്രയുമാണ് നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, കറന്റ്ലി ഉള്ള പ്രിവെയിലിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ. ഈ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ്സ് പഠിച്ചു വെക്കുക. പിന്നെ ഇത്രയും സ്റ്റാൻഡേർഡ്സ് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലായ്പ്പോഴും നമ്മൾ ചോദിക്കുന്ന കാണും AS2, അതേപോലെ 3, 4, 9, 10, then 14. ഇതൊക്കെ നമുക്ക് ഈ എക്സാമിന് ചോദിച്ച് കാണുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ്. ദെൻ 19 ലീസസിന്റെ ഏതാണ് ലീസിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് ചോദിക്കാറുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഈ ഇമ്പയർമെന്റ്, ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഐഡന്റിഫൈ ദി ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടുപിടിക്കണം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി അല്ലേ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി. ഇത്രയും നേരം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിച്ചു വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കും കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കും പോകാം. സോ സ്റ്റേറ്റ്മെന്റ് 1, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ആൻ അക്രൂവൽ ബേസിസ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ഇപ്പൊ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണല്ലേ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഒക്കെ. അപ്പൊ നമുക്കറിയാം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് NPO അവരുടെ ക്യാഷ് സാധാരണഗതിയിൽ ഒരു ബിസിനസിന്റെ ക്യാഷ് ബുക്കിന് തുല്യമായിട്ടാണ്
നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അക്രൂവൽ ബേസിസിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അക്രൂവൽ ബേസിസിലാണോ ക്യാഷ് ബുക്ക്? അക്രൂവൽ എന്ന് പറയുമ്പോൾ ഏൺ ചെയ്യുമ്പോൾ തന്നെ അത് റിയലൈസ് ആയി എന്ന് എഴുതി വെക്കാറുണ്ടോ? ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത ക്യാഷ് കിട്ടുന്നതും ക്യാഷ് പോകുന്നതും. അവിടെ ഏത് പീരീഡാണ്? അടുത്ത വർഷത്തേക്കുള്ള അഡ്വാൻസ് കിട്ടിയതാണോ, പ്രീപെയ്ഡ് ആണോ, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ക്യാഷ് കയ്യിൽ കിട്ടിയെങ്കിൽ എഴുതും, കയ്യിൽ നിന്ന് പോയെങ്കിലും എഴുതും. സോ അവിടെ അക്രൂവൽ അല്ല, ഇവിടെ ക്യാഷ് ബേസിസിലാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അക്രൂവൽ ബേസിസിലല്ല, ക്യാഷ് ബേസിസിലാണ്. അതായത് ക്യാഷ് കയ്യിൽ കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്യും, കയ്യിൽ നിന്ന് പോകുമ്പോൾ റെക്കോർഡ് ചെയ്യും. അല്ലാതെ അത് അക്രൂ ആയി അല്ലെങ്കിൽ ഏൺ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കത്തില്ല. സോ നമ്മുടെ ക്യാഷ് ബുക്ക് അക്രൂവൽ അല്ല. അതുകൊണ്ട് തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും അക്രൂവൽ അല്ലല്ലോ. കാരണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ക്യാഷ് ബുക്കിന് തുല്യമാണ് അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അത് നമുക്ക് അറിയാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ് ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസും വരുന്നുണ്ട് എന്ന് പറയുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂവും ക്യാപിറ്റലും വരുന്നുണ്ടോ? സാധാരണ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബിസിനസിന്റെ P&L അക്കൗണ്ടിന് തുല്യമാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് നമ്മൾ എക്സ്പെൻസും റവന്യൂ എഴുതുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻസുകളും റവന്യൂ എക്സ്പെൻസുകളും അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റുകളും റവന്യൂ റെസിപ്റ്റുകളും ഇത് രണ്ടും എഴുതാറുണ്ടോ? അതോ റവന്യൂ ഐറ്റംസ് മാത്രമേ എഴുതാറുള്ളൂ? നമുക്കറിയാം ഇവിടെ ക്യാപിറ്റൽ ഐറ്റംസ് നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതാറില്ല, ക്യാപിറ്റൽ ഐറ്റംസ് എഴുതാറില്ല, റവന്യൂ ഐറ്റംസ് മാത്രമേ എഴുതുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മളൊരു മെഷീനറി വാങ്ങി, അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞ് P&L എഴുതി വെക്കൂ? ഇല്ല. അതുകൊണ്ട് P&L തുല്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർ P&L പ്രിപ്പയർ ചെയ്യില്ല, അതിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മുടെ P&L അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും അതേപോലെ തന്നെ ഇൻകംസും എഴുതും. അവിടെ ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻസുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളും എഴുതത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ റവന്യൂ ഐറ്റംസ് മാത്രമേ എഴുതുള്ളൂ, ക്യാപിറ്റൽ ഐറ്റംസ് എഴുതില്ല. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം രണ്ടും തെറ്റാണ് അല്ലേ? സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? നെയ്തർ 1 nor 2. രണ്ടും ട്രൂ അല്ല, രണ്ടും തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ? സോ നമുക്കൊന്ന് നോക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് സമ്മറൈസ്ഡ് ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറൈസ്ഡ് ക്യാഷ് ബുക്ക് തന്നെയാണ്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? ഓൾ ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ വോൾ ഇയർ ഈസ് റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. ഓൾ ക്യാഷ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ വോൾ ഇയർ ഈസ് റെക്കോർഡഡ് ഇൻ ദി ക്രെഡിറ്റ് സൈഡ്. ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ do not involve the inflow or outflow of cash are not recorded in this account. അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് അത് ക്യാഷ് ബേസിസ് ആണ്, ഒരിക്കലും അക്രൂവൽ ബേസിസ് അല്ല. ക്യാഷ് ബേസിസ് ആണ്. ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടാകുന്ന എക്സ്പെൻസുകളും ഇൻകംസും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ അവിടെ ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അത് അവിടെ റെക്കോർഡ് ചെയ്യില്ല. ഇനി രണ്ടാമത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അക്രൂവൽ ബേസിസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രത്യേകത അക്രൂവൽ ബേസിസ് ആണ്. അവിടെ എന്താണ്? ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ദ അക്കൗണ്ടിങ് ഇയർ വെദർ ദേ ആർ ആക്ച്വലി റിസീവ്ഡ് ആൻഡ് പെയ്ഡ് ഓർ നോട്ട് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസസ് അതിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് മാറ്റും. ഇനി അല്ലെങ്കിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ P&L അക്കൗണ്ടിൽ ചെയ്യാറുണ്ട്. ആക്ച്വലി കയ്യിൽ കിട്ടിയാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലയോ അപ്പം നമ്മൾ അതനുസരിച്ച് അക്രൂവലാണ്. ഏൺ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ റിയലൈസ് ചെയ്യുന്നുള്ളൂ. ഏൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏൺ ചെയ്യുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ ക്യാഷ് കിട്ടിയോ കിട്ടിയില്ലോ എന്ന് നമ്മൾ നോക്കാറില്ല. അതാണ് നമ്മളുടെ ഈ ഒരു P&L അക്കൗണ്ടിന്റെ പ്രത്യേകത. ക്യാഷ് കിട്ടിയോ കിട്ടിയില്ലയോ നോക്കുന്നില്ല, അതവിടെ എഴുതി വെക്കുന്നുണ്ട്. സാലറി
30,000 കൊടുത്തു, ഇനി ഒരു 20,000 കൂടെ കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കൊടുക്കാനുണ്ടെങ്കിൽ ആക്ച്വലി കയ്യിൽ നിന്ന് പോയിട്ടില്ലല്ലോ, 20,000 പോയിട്ടില്ല, കൊടുക്കാനുള്ളതാണ് 20,000. ആ കൊടുക്കാനുള്ളത് ഈ വർഷം കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ സാലറി എന്ന് എഴുതി കൊടുത്ത 30,000ന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്നും പറഞ്ഞ് 20,000 കൂടി നമ്മൾ എഴുതും. എന്നിട്ട് ടോട്ടൽ സാലറി എക്സ്പെൻസ് 50,000 കാണിക്കും. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് 50,000 പോയിട്ടില്ല, 30,000 ആണ് ക്യാഷ് ആയിട്ട് പോയത്, ബാക്കി 20,000 ഇനി കൊടുക്കാനുള്ളതാണ്, എന്നാലും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും. അപ്പോൾ ഇവിടെ അക്രൂവൽ ബേസിസ് ആണ്, ക്യാഷ് ബേസിസ് അല്ല. ക്യാഷ് കിട്ടിയോ ക്യാഷ് പോയോ എന്ന് നോക്കത്തില്ല, ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ അത് അവിടെ കാണിച്ചിരിക്കും. അതാണ് നമ്മളുടെ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതായത് നമ്മുടെ P&L അക്കൗണ്ടിന് തുല്യമാണ്, അത്രയും ഓർത്താൽ മതി. പക്ഷേ ക്യാഷ് അക്കൗണ്ട് അങ്ങനെയല്ല. ക്യാഷ് അക്കൗണ്ട് നമ്മളുടെ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിന് തുല്യമാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാഷ് ബേസിസ് ആണ്, കയ്യിൽ പൈസ കിട്ടിയാൽ മാത്രം റെക്കോർഡ് ചെയ്യും, കയ്യിൽ നിന്ന് പൈസ പോയാൽ മാത്രം റെക്കോർഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ അങ്ങനെയല്ല, കയ്യിൽ നിന്ന് പൈസ പോയോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല, അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണെങ്കിൽ അത് അവിടെ റെക്കോർഡ് ചെയ്യും, അക്രൂ ചെയ്യുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ റവന്യൂ ഐറ്റംസ്, ഓൺലി റവന്യൂ ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. നമ്മളിവിടെ റവന്യൂ ഐറ്റംസ് മാത്രമേ കാണിക്കുള്ളൂ, ഒരിക്കലും ക്യാപിറ്റൽ ഐറ്റംസ് കാണിക്കില്ല. ക്യാഷ് അക്കൗണ്ടിൽ അങ്ങനെയല്ല, റവന്യൂവും ക്യാപിറ്റലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയോ പൈസ പോയോ ഇത് കാണിക്കും. അത് റവന്യൂ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും എല്ലാം പൈസ കിട്ടിയോ ക്യാഷ് വന്നോ ക്യാഷ് പോയോ ഇത് കാണിച്ചിരിക്കും. എവിടെയാ? നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലോട്ട് വരുമ്പോൾ റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ പേയ്മെന്റുകളും മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ, റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ റെസിപ്റ്റുകളും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മെത്തേഡ് കോമൺലി യൂസ് ടു വാല്യൂ ഗുഡ്വിൽ ഇൻ എ ബിസിനസ് അക്വിസിഷൻ. നമ്മൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന പല മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 മെത്തേഡ്സ് തന്നിട്ട് ഇതിൽ നിന്ന് ഒരു ബിസിനസ്സിനെ അക്വയർ ചെയ്യുന്ന സമയത്ത് ഗുഡ്വില്ലിനെ വാല്യൂ ചെയ്യുന്ന മെത്തേഡ് ഇതിൽ ഏതാണ്? കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലും. ഇതൊക്കെ സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെന്റുകളെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രൊജക്റ്റുകളെ വാല്യൂ ചെയ്യാനാണ് ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, CAPM. ഇതൊക്കെ നമ്മൾ പല പ്രൊജക്റ്റുകളെയും മറ്റും വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് അല്ലേ. അപ്പോൾ പിന്നെ എക്സസ് ഏർണിങ്സ് മെത്തേഡാണ് നമ്മളുടെ ഗുഡ്വിൽ വാല്യുവേഷൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, സിമ്പിളായിട്ട് അറിയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എക്സസ് ഏർണിങ്സ് വഴി ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് നോക്കി വെക്കാം. സോ എക്സസ് ഏർണിങ്സ് മെത്തേഡ് കാൽക്കുലേറ്റ്സ് ഗുഡ്വിൽ by subtracting the earnings attributable to tangible asset from total earnings, essentially isolating the excess earnings generated by intangible factors. അപ്പോൾ ഇവിടെ ഇത്രയും എഴുതിയിരിക്കുന്ന കണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഒന്നുമില്ല. ഇവിടെ സിമ്പിളായിട്ട് എന്താ ചെയ്യുന്നത്? ആദ്യം ബിസിനസിന്റെ ടോട്ടൽ ഏർണിങ്സ് എടുക്കണം അല്ലേ, ബിസിനസിന്റെ ടോട്ടൽ ഏർണിംഗ്. ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് ഏതാണ് നമ്മൾ ലെസ് ചെയ്യുന്നത്? ഏർണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഏർണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു, അല്ലെങ്കിൽ ടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ്, അത്രയേ ഉള്ളൂ അവിടെ കോൺസെപ്റ്റ് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് ടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഈ ഒരു എക്സസ് ഏർണിങ്സ് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എക്സസ് ഏർണിങ്സ് എന്താന്ന് പറയും? ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ എക്സസ് ഏർണിങ്സ് മെത്തേഡ് വഴി ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അതായത് ബിസിനസിന്റെ ടോട്ടൽ ഏർണിങ്സിൽ നിന്ന്, ടോട്ടൽ ഏർണിങ്സ് നമ്മുടെ കയ്യിൽ കാണും, ബിസിനസിന്റെ ടോട്ടൽ ഏർണിങ്സ് നമ്മുടെ കയ്യിൽ കാണും. ആ ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് എന്ത് നമ്മൾ മൈനസ് ചെയ്യണം? നമ്മുടെ ടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ്, ബിസിനസിന് മൊത്തത്തിൽ കിട്ടിയ ഒരു ഏർണിംഗ് കാണും. അതിൽ നിന്ന് നമ്മളുടെ ടാഞ്ചിബിൾ അസറ്റുകൾ ഉണ്ടല്ലോ, ഈ ഒരു ടാഞ്ചിബിൾ അസറ്റുകളിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് മൈനസ് ചെയ്യുമ്പോൾ ഒരു ഫിഗർ കിട്ടും. ആ ഒരു എമൗണ്ടിനെ എക്സസ് ഏർണിങ്സ് എന്ന് പറയും. അതായത് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളിൽ നിന്ന് കിട്ടിയ ഏർണിങ്സിന് പുറമേ നമുക്കൊരു എമൗണ്ട് ഏർണിംഗ് ആയിട്ട് കിട്ടി, അതാണ് എക്സസ് ആയിട്ട് കിട്ടിയ ഏർണിംഗ്. ആ ഏർണിംഗ് എന്തിൽ നിന്ന് കിട്ടിയതായിട്ട് അസ്യൂം ചെയ്യുന്നത്? നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ, നമുക്ക് കാണാൻ പറ്റാത്ത ഇൻടാഞ്ചിബിൾ അസറ്റുകളിൽ നിന്ന് കിട്ടിയതായിട്ട് കണക്കാക്കും. സാധാരണഗതിയിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസിന്റെ
റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ബ്രാൻഡ് റെപ്യൂട്ടേഷനെയാണ് പറയുന്നത്. അതായത് ഗുഡ്വില്ലിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ബിസിനസിന്റെ ടോട്ടൽ ഏർണിങ്സ് ഒരു 6 ലക്ഷമാണ്. അവരുടെ ടാൻജിബിൾ അസറ്റ്സിൽ നിന്ന് കിട്ടിയ ഏർണിങ്സ് ഒരു 5 ലക്ഷം. അപ്പോൾ അതിനർത്ഥം അവരുടെ എക്സസ് ഏണിങ്സ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഈ 1 lakh ആണ് അവരുടെ ഗുഡ്വിൽ. അതായത് അവർക്ക് ഇൻടാൻജിബിൾ അസറ്റിൽ നിന്ന് കിട്ടിയത് ഈ 1 lakh ആണ്. സോ അത് അവരുടെ ഗുഡ്വിൽ ആയിട്ടായിരിക്കും ആ ഒരു ബിസിനസ് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത്? അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ആൻസർ കീയിൽ, പ്രൊവിഷണൽ ആൻസർ കീയിലെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാം ഡെൽക്രഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ. ഇതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. 4 സ്റ്റേറ്റ്മെന്റുകൾ കാണാം. ഇഫ് ഡെൽക്രഡർ കമ്മീഷൻ ഈസ് അലൗഡ്, ബാഡപ്പ് വിൽ നോട്ട് ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദ കൺസൈനർ. ഡെൽക്രഡർ കമ്മീഷൻ നമുക്കറിയാം, ഇത് കൺസൈൻമെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് അല്ലേ. കൺസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പളും ഏജന്റും റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. ഒരു പ്രിൻസിപ്പൾ കാണും, അയാൾ ഗുഡ്സ് ആരുടെ കയ്യിൽ കൊടുക്കും? കൺസൈനർ കൺസൈനിയുടെ കയ്യിൽ വിൽക്കാൻ വേണ്ടി ഗുഡ്സ് കൊടുക്കും, കൺസൈൻമെന്റിൽ കൊടുക്കും. ഈ ഗുഡ്സ് കൺസൈനി വിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് കൺസൈനർക്ക് കൊടുക്കുമ്പോൾ കൺസൈനിക്ക് കിട്ടുന്നത് ഒരു കമ്മീഷനാണ് അല്ലേ. ഈ വിറ്റ് കൊടുക്കുന്നതിനുള്ള കമ്മീഷനാണ്. അപ്പോൾ ഇങ്ങനെ വിറ്റ് കൊടുക്കുമ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ബാഡ് ഡെപ്റ്റുകൾ ഉണ്ടാകാം. ഈ ബാഡ് ഡെപ്റ്റ് വന്നാൽ അത് കൺസൈനി തന്നെ സഹിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കൺസൈനർ ഡെൽക്രഡർ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കുന്നത്. ഇല്ലായെങ്കിൽ ഈ ഒരു കമ്മീഷൻ കൊടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഒരു കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് കൺസൈനർ തന്നെയായിരിക്കണം എടുക്കേണ്ടത്. സോ ഇവിടെ ഡെൽക്രഡർ കമ്മീഷൻ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റുകൾ കൺസൈനറുടെ ബുക്കിൽ കാണില്ല. ശരിയാണ്, ഒരിക്കലും അത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഡെൽക്രഡർ കമ്മീഷൻ കൊടുത്തെങ്കിൽ കൺസൈനിയുടെ ബാധ്യതയാണ് ബാഡ് ഡെപ്റ്റുകൾ എടുക്കേണ്ടത്. ഡെൽക്രഡർ കമ്മീഷൻ ഈസ് അലൗഡ്, ബാഡ് വിൽ ബി ഡെബിറ്റഡ് ഇൻ കൺസൈൻമെന്റ് അക്കൗണ്ട്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഡെൽക്രഡർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യില്ല. കാരണം കൺസൈൻമെന്റ് അക്കൗണ്ട് കൺസൈനറുടെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. കൺസൈനറുടെ ബുക്കിൽ ഒരിക്കലും ബാഡ് ഡെപ്റ്റുകളെ പിന്നെ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. കാരണം ഡെൽക്രഡർ കമ്മീഷൻ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസൈനറും കൺസൈനിയും ബാഡ് ഡെപ്റ്റിന്റെ ലോസ് അവർ ഷെയർ ചെയ്യുകയാണ്. കാരണം കൺസൈനർ ഓൾറെഡി കമ്മീഷനായിട്ട് അഡീഷണൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോസ് വന്നാൽ കൺസൈനി സഹിക്കുന്നുമുണ്ട്. രണ്ടുപേരുമാണല്ലോ അത് ഷെയർ ചെയ്യുന്നത്. വേറൊരു കോൺസെപ്റ്റിൽ നോക്കിയാൽ ദെൻ ഡെൽക്രഡർ കമ്മീഷൻ ഈസ് റെലവന്റ് ഫോർ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണല്ലോ ബാഡ് ഡെപ്റ്റുകൾ ഉണ്ടാകുന്നത്. സോ ഡെൽക്രഡർ കമ്മീഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസിലായിരിക്കും റെലവന്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്